ഇൻ മൈ ഫാദേഴ്സ് ഹോം അറ്റ് ചെങ്ങന്നൂർ. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ എന്തൊരു അസ്വാഭാവികത ഉണ്ടല്ലോ അതിനകത്ത്. സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഓ, അനൂപിന്റെ അനുവാദത്തോടെ അച്ഛന്റെ വീട്ടിൽ വന്നു. ഓ, മൊത്തം പ്രാസം അവഞ്ചേഴ്സ്. അനൂപിന്റെ അച്ഛന്റെ അനൂപിന്റെ അച്ഛനല്ലോ, അനൂപിന്റെ അനുവാദത്തോടെ അച്ഛന്റെ വീട്ടിൽ വന്ന മേഘയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മേഘ അഖിൽ NRD വിഷയമാണ്. അങ്ങനെയല്ലോ, അഖിൽ NRD മേഘ വിഷയത്തെ കുറിച്ചിട്ടാണ്. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇതുപോലെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ദയവ് ചെയ്ത് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക. ഒരു ഹൈപ്പ് ബട്ടൺ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഒരാഴ്ച 3 ഹൈപ്പ് തരാൻ പറ്റും. അതിലൊരു ഹൈപ്പ് ഈ എളിയ കലാകാരന് തന്ന് സഹായിക്കണമെന്ന് ഇവിടെ അപേക്ഷിച്ചുകൊള്ളുന്നു. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അഖിൽ NRDയുടെ ഭാര്യയായിട്ടുള്ള മേഘ ഒരു ബസ് ഡ്രൈവറുടെ ഒളിച്ചോടി നട്ടപ്പാതിരിക്കും മുണ്ടും പൊക്കി പാക്കും ചെയ്ത് കണ്ടം വഴി പീതാംബരൻ സാറെ ബോംബ് വെച്ചിട്ടുണ്ട് ബോംബ് എന്ന് പറയുമ്പോൾ പീതാംബരൻ സാർ ഇറങ്ങി ഓടുന്ന പോലെ ഈ മേഘ ഓടുന്ന ഒരു രംഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആ രംഗം ഭയങ്കര രീതിയിൽ ചർച്ചയായി വഷളായി. അപ്പോൾ പല സോഷ്യൽ മീഡിയ റിയാക്ഷൻ ബ്ലോഗേഴ്സും ഈ സാധനം എടുത്ത് റിയാക്ട് ചെയ്തു. സോഷ്യൽ മീഡിയ റിയാക്ഷൻ ബ്ലോഗേഴ്സ് റിയാക്ട് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് പൊള്ളി. ഈ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് മറ്റൊരുത്തൻ്റെ പേഴ്സണൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് നാണമില്ലേണ്ട ചെറ്റുകളെ പരന്നാണ്ടികളെ തൂളകളെ തെണ്ടികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തുടരെ 7, 8, 9 തവണ സ്റ്റോറി എഴുതിയിടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഏതായാലും തൊട്ടടുത്ത ദിവസം മറ്റൊരുത്തൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെടാൻ നിനക്ക് നാണമില്ലേടാ, പേഴ്സണൽ വിഷയത്തിൽ ഇടപെടാൻ നാണമില്ലേടാ എന്ന് ചോദിച്ചാൽ ഈ പല ആൾക്കാരും റോബിൻ രാധാകൃഷ്ണന്റെ വിഷയത്തിനെ സർക്കാസത്തിലൂടെ ട്രോളുന്നത് നോമിന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു കേട്ടോ. അപ്പൊ അത് കുഴപ്പമില്ലല്ലേ, അത് പേഴ്സണൽ അല്ലല്ലോ. ഇവന് കാശ് കൊടുക്കാനുള്ളത് പേഴ്സണൽ അല്ല, അത് ഹൈലി പബ്ലിക് വിഷയമാണല്ലോ. ശരി, അത് കുഴപ്പമില്ല. ശരി, അങ്ങനെ പല വിഷയങ്ങളും ഇവരൊക്കെ ചാനലിൽ ഞാൻ പരിശോധിച്ചപ്പോഴത്തേനും പല വിഷയങ്ങളും ഇവരും ട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ അഖിൽ NRDയും പല ആൾക്കാരും ട്രോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു വിഷയമല്ലാതെ ഒരാളുടെയും പേഴ്സണൽ വിഷയം പോയി ചൊരണ്ടി ഞാൻ ഇന്ന് വരെ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ കൊണ്ടുവരുത്തുമില്ല. പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞെങ്കിൽ പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഈ മേഘയുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് വരെ എൻ്റെ വായിൽ അത് കണ്ടന്റായിട്ട് പുറത്തു വന്നിട്ടില്ല. അതൊട്ട് വരാനും പോകുന്നില്ല. അവർ വേറെ ആരുടെയും പറഞ്ഞ് വന്നെങ്കിലേ ഉള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് സാധനം. ഞാനാണ് ഇത് കണ്ടന്റിന് വേണ്ടി മിഷൻ കണ്ടെടുത്ത് അടിക്കുന്ന പോലൊന്നും ഞാൻ അടിച്ചിട്ടില്ല. നമ്മൾ കാര്യം പറയാം, നമ്മൾ പാടാൻ പോവുക, അത്രയുള്ള സംഭവം. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ സ്യൂട്ട് ആവുന്നുണ്ട്, മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ അടിക്കാൻ കിട്ടിയൊരു അവസരമാണ്. എന്തുകൊണ്ട്? അവരുടെ സൈഡിൽ നിന്ന് വരുന്ന തെറ്റുകളെ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നു. ചില ആൾക്കാർ ചുമ്മാ കണ്ടന്റിന് വേണ്ടി എടുത്തിട്ട് അവൻ തുപ്പി എന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഒരു വാർത്ത മഴവിൽ മനോരമ ഓൺലൈനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈനിൽ ആരെങ്കിലും നീയൊക്കെ എന്തിനാടാ പേഴ്സണൽ വിഷയങ്ങളിൽ കൈയെടുക്കുന്ന പാർട്ടികളെ എന്ന് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. പല ന്യൂസ് ചാനലുകളിലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ വാർത്തയായിട്ടുണ്ട്. പാൻ ഇന്ത്യൻ വാർത്തയായിരുന്നു. തമിഴിൽ ഞാൻ കണ്ട ഈ വിഷയം, തെലുങ്കിൽ ഞാൻ ഈ വിഷയം കണ്ടു, കന്നഡയിൽ കണ്ടു, ഹിന്ദിയിൽ കണ്ടു. ഇന്ത്യയിലെ 10 രൂപ നോട്ടിനകത്ത് എത്ര ലാംഗ്വേജ് ഉണ്ടോ അതിൽ കൂടുതൽ ഭാഷകളിൽ ഈ വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ മേഘയുടെ ആദ്യ അച്ഛൻ്റെ സുഹൃത്തും ഇവരുടെ അയൽവാസിയുമായൊരു നല്ലൊരു വ്യക്തിത്വം ജിനൂസ് 2.0 വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അഖിൽ NRD ഉണ്ടല്ലോ, അഴുക്ക ചെറുക്കനാണവൻ എന്നൊരു സ്റ്റാൻഡിലാണ് എനിക്കത് മനസ്സിലായത്. അതാണൊന്ന് കേട്ടാലോ? കേൾക്കാം. താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. ഫസ്റ്റില് ഞാൻ കാണുന്നത് കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭീകരമായിരുന്നു. ആ വീഡിയോ മച്ചാൻ പ്രോത്സാഹിപ്പിച്ചതാണോ ട്രോൾ ചെയ്താണോ? പ്രോത്സാഹിപ്പിച്ചതാണോ വഴി കാണുന്നില്ല. ജിനൂസിന് മനസ്സിലായില്ല. ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ പൊളിച്ചു എന്തായാലും. ഓഹോ, അവതരണ ശൈലി പൊളിച്ചു. അപ്പോൾ ആ ഒരു അവതരണ ശൈലിയാണ് താങ്കൾക്ക് ഇഷ്ടം. ഇതെന്ത് പഹയത്തരമാണ് പറയുന്നത്? അഖിൽ NRDയുടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പഹയം തന്ന വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്.
അവതരണ ശൈലി പൊളിക്കും ഞാൻ. ചുമ്മാ ഇപ്പൊ പറ, അതുകൊണ്ടല്ലേ നമ്മൾക്ക് വ്യൂസ് ഇല്ലാത്ത ഇപ്പൊ പിടി കിട്ടി. അവതരണ ശൈലി സൺഗ്ലാസ് വേണം, അതിന്റെ ഇല്ല, അതുകൊണ്ടട്ടോ ഉള്ള ബഡ്ജറ്റിലെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിനെ 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അല്ല, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരാളുടെ പേഴ്സണൽ വിഷയം വിളിച്ച് ഒരു അവതരണ ശൈലി നന്നായിട്ടുള്ള പഹയെന്നൊക്കെ വിളിക്കുന്ന യൂട്യൂബറിനോട് പറഞ്ഞ് ഈ പുള്ളിക്കാരന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ നെഗറ്റീവ് പറഞ്ഞവരോടോട്ടോ ചോദിക്കുന്നത്. ഇതേപോലുള്ള ആൾക്കാരാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വീട്ടിൽ പെങ്കൊച്ച് ഒളിച്ചോടിയിട്ട് തിരിച്ച് കയറി വന്ന കൃത്യം മുഹൂർത്തം വെച്ചുള്ള സമയം, ഇതൊക്കെയാണ് പേഴ്സണൽ വിഷയങ്ങൾ എടുത്ത് പുറത്തിടുന്നത്. അല്ലാതെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതല്ല. ഈ സംസാരിക്കുന്ന റിയാക്ഷൻ ബ്ലോഗേഴ്സ് പലരും, ഈ ജിന്യൂസ് ഒക്കെ ഒരു ഐഡിയയും ഇല്ലാതാണ് വീഡിയോ ചെയ്തതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ആ വിഷയത്തിൽ നിങ്ങളുടെ അമ്മയിൽ കോമഡി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അറിവും ഇല്ലാതെ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സിനൊക്കെ വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചാമ്പുന്നത്. അല്ലാതെ അയ്യോ അവിടെ ഒരു വാർത്ത കിടന്ന് പോകുന്നുണ്ട് കേട്ടോ, ഇങ്ങെടുത്തോ എന്ന് പറഞ്ഞ് അല്പം ക്രെഡിബിലിറ്റി ആഗ്രഹിക്കുന്ന ആരും ചെയ്യില്ല. ഓക്കെ, ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റിലെ ഇവര് തന്നെ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിനൊന്ന അമ്മയും കൂടെ ജീവിക്കുമ്പോ അവര് ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നത് അവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നത്, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? മരുന്ന് ഡപ്പയിലുണ്ടോ? എന്തൊരു കഥ ഇത്! ആദ്യം അവരെ കെട്ടി, അവിടുന്ന് ഇവിടെ കെട്ടി, അവിടുന്ന് പിന്നെ അങ്ങനെ വന്ന് ആരാണ് ഈ ഷാജി? ആരാണ്? ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത്. ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് വെക്കുക. ഈ വിഷയമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊരു അച്ഛനാണെങ്കിൽ, നിങ്ങളൊരു അമ്മയാണെങ്കിൽ, നിങ്ങളൊരു മകനാണെങ്കിൽ, നിങ്ങളൊരു മകളാണെങ്കിൽ കേട്ടുകൊള്ളുക. ഒരു അച്ഛനും അമ്മയും ഉള്ള സംതൃപ്തമായ ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഈ അച്ഛനും അമ്മയും കാണിച്ചു തരുന്ന മാതൃകയാണ് ഈ മക്കളുടെ പ്രധാന മീൻസ് അവർ കണ്ടുപഠിക്കുന്ന സാധനം. അച്ഛനും അമ്മയും ഈ മക്കൾ ചെയ്യുന്ന സകല തോന്നിവാസത്തിനെയും പിന്തുണച്ചാൽ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, ജനറലായിട്ട് പറയാം, പിന്തുണച്ചാൽ ആ മക്കൾക്ക് ചെയ്യുന്ന തെറ്റുകളൊന്നും തെറ്റല്ലാണ്ടാവും. കുറ്റബോധം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവും. ഒരു ഫോർ എക്സാമ്പിൾ, വെറും എക്സാമ്പിൾ കേട്ടോ, ഒരു പെൺകുട്ടി ഒരുത്തനുമായിട്ട് പ്രണയത്തിലായി, അയാളുമായിട്ട് വിവാഹിതനായി, എന്നിട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം മറ്റൊരു ചെറുപ്പക്കാരനെ കാണുന്നു. അന്നേരം അവൻ്റെ കൂടെ കുത്സിതത്തിൽ ഏർപ്പെടുന്നു. ഇതറിഞ്ഞിട്ടും ഈ മാതാപിതാക്കൾ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ പെണ്ണ് വീണ്ടും പോവും, അടുത്ത ആളുടെ അടുത്ത് പുറത്തു പോവും. ഇനി ഒരാണ് ഒരുത്തൻ്റെ പുറകെ പോകുന്നു, അടുത്തൊരുത്തിയുടെ പുറകെ പോകുന്നു, അടുത്തൊരുത്തിയുടെ പുറകെ പോകുന്നു. ഇതിനെല്ലാം പേരൻസ് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുകയോ ഇതേ മാതൃക ആ വീട്ടുകാർ കാണിച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ശരിയാണ്, അവർക്കതിനൊരു തെറ്റില്ല. അങ്ങനെയാണ് ഈ നാട്ടിൽ പല പ്ലേ ബോയ്കളും ജനിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ അവൻ്റെയൊക്കെ കൂട്ടുകെട്ട് കൊണ്ടിട്ട് നശിപ്പിക്കുന്നതാണ്. കൂട്ടുകെട്ട് നശിപ്പിച്ചാൽ പോലും മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട്, നമ്മുടെ ഒരു സംസ്കാരം വെച്ചിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടണം, നേർവഴിക്ക് വളർത്തണം. ഈ നാട്ടിൽ നശിച്ചു പോകാൻ 100-ൽ 500 വഴികളുണ്ട്. അന്നേരം ആ വഴികളിൽ നിന്നെല്ലാം അവർ രക്ഷിക്കാനുള്ള ഒരു സാമാന്യ ബോധം ഈ മാതാപിതാക്കൾ കാണിക്കണം. ഈ പെണ്ണ് ഒളിച്ചോടി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ അഖിലിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടി വേറൊരിടത്തോട്ട് പോയി തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്. എന്നും പറഞ്ഞാൽ അഖിലുമായിട്ട് അവന് പെണ്ണ് ഓക്കെ ആവത്തില്ലെങ്കിൽ നീ പോയി അവൻ്റെ കൂടെ ജീവിച്ചേ പറ്റുമെന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. ഈ പെണ്ണ് ഒളിച്ചോടിയനെ നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ചിന്താഗതിക്ക്, എൻ്റെ എത്തിക്സിന് ഈ ഒളിച്ചോട്ടം ഞാൻ ന്യായീകരിക്കില്ല. അവനുമായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി ഡിവോഴ്സ് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരുത്തിനെ കെട്ടണമെങ്കിൽ അവനെ കെട്ടുവോ, ലിവിങ് ടുഗദർ ചെയ്യുകയോ എന്തോ ചെയ്യുക. നിയമപരമായി ഒരു ഭർത്താവ് ഇരിക്കെ മറ്റൊരാളുടെ കൂടെ പോയതിനെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അംഗീകരിക്കൂല. ബാക്കി പറ. വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ സിദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തി. അതിൻ്റെ കുഴപ്പമോ? ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണോ? അതിൻ്റെ പ്രശ്നം തന്നെ.
മക്കളെ കൊഞ്ചിക്കരുതെന്നൊന്നും പറയുന്നില്ല. മക്കള് വീട്ടിലെ കഷ്ടതകൾ അറിയണം, മക്കള് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിയണം, വീട്ടിലെ സന്തോഷം അറിയണം, വീട്ടുകാരെ മനസ്സിലാക്കാൻ പഠിക്കണം. അല്ലാതെ എന്ത് വന്നാലും ചങ്കര പുച്ചിനി ചുങ്കോ എന്നും പറഞ്ഞ് കൊഞ്ചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അവരിതുപോലെ പേടിച്ച് പിന്മാറി ഓടും, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടും. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, നിന്ന് ഫേസ് ചെയ്യാനാണ് അവർ പഠിപ്പിക്കേണ്ടത്. ഒരു പ്രശ്നം വരുന്നുടനെ മാതാപിതാക്കൾ പിന്താങ്ങി അവരെ ആ പ്രശ്നത്തിനെ അതിജീവിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ പ്രശ്നം വരുന്നു മോളെ മുണ്ടും പൊക്കി ഓടിക്കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയല്ല വേണ്ടത്. ഓക്കെ, കൊഞ്ചിച്ചിട്ട് കാശുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാൻ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ് ഈ 13-ാം തീയതി. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ. മോള് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിയെന്ന് കേൾക്കുമ്പോൾ ഹൃദയാഘാതം വരുന്ന പേരൻസിനെ ഞാൻ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. മോക്ക് മറ്റൊരുത്തനോട് ഒളിച്ചോടി അയ്യോ തലവേദന, പനി, ജലദോഷം. ഇത് ശരിക്കും ഈ പത്മകുമാറിന്റെ മഹാത്മ്യം പറയാൻ നിങ്ങൾ വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. സത്യസന്ധമായിട്ട് എനിക്ക് പറയുക, പത്മകുമാർ നല്ല കാശുള്ള വീട്ടിലാണ്, റിസർവ് ബാങ്ക് വരെ ഉണ്ട് 3. അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? അത് മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് ശരിക്കും ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എനിക്ക് അതും കിട്ടിയില്ല കേട്ടോ, സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ നിർത്തിയിരുന്നു എന്തിന് വെറും ഡോളേഴ്സിന് വേണ്ടി കേൾക്കാം. രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയിച്ചത് ഞാനാണ്. അപ്പൊ മെയിൻ അണ്ണനാണ് ഇതിന്റെ സൂത്രധാരൻ. ഇവരെ തൂക്കിയതും പിടിച്ച് ജയിലിൽ കൊണ്ടുവന്നെല്ലാം ഇവിടെ മുതലാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. കണ്ടന്റ് ഇവിടെ മുതൽ ആരംഭിക്കുന്നത്. അന്ന് ഇവിടുന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു, പിന്നെ ബാക്കി കേൾക്കാം. അങ്ങനെ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബിൽഡിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു അവരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒളിച്ചോടി. ഫസ്റ്റ് തെറ്റ്, പെൺകുട്ടി ഒളിച്ചോടി. സെക്കൻഡ് തെറ്റ്, ഒളിച്ചോടി പെൺകുട്ടിയെ പിടിച്ചിട്ട് വന്ന് ചോദിച്ചപ്പോൾ നിയമപരമായ ഭർത്താവ് ഇരിക്കെ എനിക്ക് ഇവന്റെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞേ. എനിക്ക് അവനെ ഡൈവോഴ്സ് ചെയ്യണമെന്നല്ല പറഞ്ഞേ, ഇവന്റെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ തെറ്റ്. ശരി, ബാക്കി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാർ എന്നോട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ പത്മകുമാർ എന്തോ ചെയ്തു? മോളുടെ ജീവിതത്തിൽ മോള് അൺഹാപ്പിയാണെന്ന് പറയുമ്പോൾ പത്മകുമാർ എന്തു ചെയ്തു? ഇഷ്ടം പോലെ കാശുള്ള മോളെ കൊഞ്ചിച്ച് താലോലിച്ച് ലാലോലിച്ച് ചുറ്റു വളർത്തിയ പത്മകുമാർ എന്തുകൊണ്ട് പോയി ഇതിനെതിരെ സംസാരിക്കുകയോ അവിടെ ഒരു കോംപ്രമൈസ് ടോക്ക് നടത്തുകയോ അവരെ ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വിടുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയോ ഒന്നിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള പക്ഷത്തിൽ അവരെ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ നിൽക്കുകയോ ഒന്നും ചെയ്യാത്ത എന്താ? പത്മകുമാർ ഒന്നും ചെയ്യാത്ത എന്താ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ കണക്ട് ആയല്ലോ. മാതാപിതാക്കൾ രക്ഷകളായി ഗുണ്ടകളായില്ലേ അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട് കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ. സാധാരണ ചട്ടയും കലവാകുമ്പം തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ. ഇപ്പൊ നാണക്കേടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കുമുദ ഹാപ്പി അണ്ണാച്ചി, അവര് സന്തോഷമല്ലേ. നമ്മൾ ഈ ഇതുണ്ടല്ലോ മണി ചെയിൻ്റെ അവർ പറയുന്ന പോലെ ഞാൻ എന്ത് നേടി, BMW കാർ നേടി, നിങ്ങൾ ഹാപ്പി അല്ലേ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ. അതേപോലെ ഇപ്പോൾ അവർക്ക് സന്തോഷമായല്ലോ, ഇപ്പോൾ ഒരു നാണക്കേടും ഇല്ലല്ലോ. ഓരോരോ വിഷയങ്ങളെ അതാത് സമയത്തെടുക്കണം. അല്ലാതെ കാലിനൊരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ ആ മുള്ളും വെച്ചുകൊണ്ട് നടന്ന് അത് പഴുത്ത് കഴിയുമ്പോഴത്തേനും കാലറുത്ത് മാറ്റേണ്ട അവസ്ഥ വരും. ഫോർ എക്സാമ്പിൾ എൻ്റെ പല്ല് ഇത് മര്യാദയ്ക്ക് കൊടിച്ചുകൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ ശരിയാക്കേണ്ട സാധനമാണ്. ഇപ്പോൾ തൊടാൻ പറ്റത്തില്ല ജീവിതകാലം മൊത്തം. ഇനി ഞാൻ ഇത് സ്വർണ്ണപ്പല്ലാക്കണം, അപ്പോഴാണ് ഇതിനൊരു ഹൈലൈറ്റ് കിട്ടത്തുള്ളൂ. കാര്യം മനസ്സിലായി. അപ്പോൾ അതാത് സാധനങ്ങൾ അതാത് സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ഗുരുവായി മാറും ഈ സാധനങ്ങളെല്ലാം. എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ ഷാകിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ളൊരു അഖിലിന്റെ അച്ഛനാണ് ഇപ്പൊ പ്രശ്നം. അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഈ കുട്ടി ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് അടുപ്പമായി. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭർത്താവുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ കടന്നു പോകും. ഓക്കെ, ബാക്കിയേക്കാം.
പുരുഷത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവളുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി. അത് കുഴപ്പമൊന്നുമില്ല, പ്രേമമൊക്കെ ഇതായി പോകും. അമ്മയൊക്കെ എത്ര പറയാൻ ബാക്കിയൊക്കെ. ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ അനുവില്ല. ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനുഭവം. ജോലി കിട്ടിയെന്നിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? താൽക്കാലിക ജോലിയാണ്, എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. എഡ്യൂക്കേഷന്റെ ജോലി, എഡ്യൂക്കേഷനില്ലേ വിവാദ നായിക, പ്രശ്നം ഉണ്ടാക്കിയിരുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-5-ാമത്തെ ദിവസം കുട്ടി വിളിച്ച് പറഞ്ഞു. വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അവനോട് അത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് നിർത്തിയെന്ന്. ഓക്കെ, 4 ദിവസം അവൻ്റെ കൂടെ താമസിച്ചു. ഒരുത്തൻ്റെ കൂടെ വർഷങ്ങൾ, ഒരു വർഷം നമുക്ക് വെക്കാം, അപ്രോക്സിമേറ്റ്ലി 1 വർഷം താമസിച്ചു. 1 വർഷത്തിന് ശേഷം മറ്റൊരുത്തനെ കണ്ടുമുട്ടി, അവനുമായിട്ട് പ്രണയത്തിലായി. അവനെ വിട്ടിട്ട് അവൻ്റെ കൂടെ ഒളിച്ചോടിയതിനു ശേഷം 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛ പോകല്ലേ, അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണാൻ വീട്ടിലോട്ട് വരുന്നു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടും, അറ്റ് മൈ ഫാദേഴ്സ് ഹോം എത്തി ചെങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ തുടർന്ന് മുടിഞ്ഞ സൈബർ ബുള്ളിങ് പണ്ടാരത്തിൽ വരികയും ആ വീഡിയോ റിമൂവ് ആക്കേണ്ടി വരും, അല്ല ഫോട്ടോ റിമൂവ് ആക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് കഥ വളരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒളിച്ചോടിയത് തെറ്റാണെന്ന് ഈ പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പെൺകുട്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വിളിച്ച ഈ ദേഹം ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ വക്കീലില്ലേ, നിങ്ങളല്ലേ കേസൊക്കെ നോക്കിയെന്ന് പറഞ്ഞേ, ഒളിച്ചോടുന്നത് ശരിയായ പ്രക്രിയയാണോ? ആ പെൺകുട്ടി ഒളിച്ചോടിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത് ആരാന്നറിയാമോ? ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ, ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരെ, അഖിലന്നാർഡിയുടെ വീട്ടുകാരെ. അഖിലന്നാർഡിയുടെ മാനസികമായിട്ടുള്ള പ്രശ്നം ഇയാളുടെ കുടുംബത്തെ വലിച്ചഴിച്ച് ഇതിനകത്തോട്ടിടുന്നു. ഇപ്പോൾ മേഘയുടെ വീട്ടുകാരെ പിടിച്ച് വലിച്ച് ഇതിനകത്തോട്ടിടും. ഇത്രയും ആൾക്കാർ അനുഭവിക്കുന്നത് മേഘ ഒരാളുടെ ഒളിച്ചോട്ടത്തിലാണ്, ഒരാൾ കാണിച്ച തോന്നിവാസത്തിലാണ് ബാക്കി ഇത്രയും പേര് ഈ ചീത്തപ്പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് സാധനമുണ്ട് കേട്ടോ, അഖിലന്നാർഡി തിരിച്ചു വന്നു, മരണമാസ സപ്പോർട്ട്, നല്ല കാര്യം. ബാക്കി പറ. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും, വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. മ്യൂച്വൽ ഡിവോഴ്സ് അഖിലന്നാർഡി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 2 മാസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ഹൈക്കോടതിയിൽ ഭാര്യയുടെ അവിഹിതം തെളിയിച്ചതിൻ്റെ പേരിൽ 19 ലക്ഷം രൂപയോ 17 ലക്ഷം രൂപയോ ഏതാണ്ട് പത്തനംതിട്ട കുടുംബ കോടതി കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് വിധിയായി. ഈ അഖിലന്നാർഡിക്ക് അയാളുടെ ഫെയിം വെച്ചിട്ട് അയാളെ ഡീഫെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ അവിഹിതം പറഞ്ഞിട്ടോ കേസ് കൊടുക്കാം. ലീഗൽ ഭർത്താവ് കൂടെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം ഇറങ്ങിപ്പോയിരിക്കുന്നത്. സോ ആ ക്ലെയിമിൽ അദ്ദേഹം ജയിക്കും. ഇനി മറ്റൊരു വശം പറയപ്പെടുന്നത് അഖിലന്നാർഡിയുടെ അവൻ്റെ ഒരു സ്വഭാവം ശരിയല്ലട്ടോ, അഴുക്ക ചെറുക്കനവൻ, അവൻ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ അഴുക്ക ചെറുക്കനാണെങ്കിലും അവൻ നല്ല ചെറുക്കനാണെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയല്ല. അവൻ അഴുക്ക ചെറുക്കനാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ലീഗലി ഡിവോഴ്സ് അപ്ലൈ ചെയ്ത് ഡിവോഴ്സ് മേടിച്ചിട്ട് പോകണമായിരുന്നു. അല്ലാതെ അവൻ അഴുക്കിയ അതുകൊണ്ട് ഞാൻ വേറൊരാളോട് ഒഴിച്ചുകൂടി, ഞാൻ പുണ്യവതി എന്ന് പറയുന്ന അഭിപ്രായത്തോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റൂല. സത്യസന്ധമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് തന്നെയല്ലായിരുന്നു കെട്ടുന്നതിന് മുമ്പ് ആഗ്രഹം കുറിച്ച് പറഞ്ഞു, അവനുമായിട്ട് പ്രേമത്തില, വിട്ട് പോകൂല, എന്നിട്ട് അവനെ വെട്ടി താഴെ ഇട്ടിട്ട് ഇറങ്ങിയെന്ന്. അനൂപ് ഡ്രൈവറാ, കുഴപ്പമില്ല, സൂപ്പറാ. അനൂപിനെ അറിയാം, പരിപാടി അറിയാം, മാനേജ് ചെയ്യാൻ അറിയാം. കല്യാണം കഴിച്ച് ഭാര്യനെ വളച്ച് അനൂപ് അഭിനയിപ്പ് സൂപ്പറാ. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ചേട്ടനങ്ങ് സന്തോഷം കേട്ടോ. അല്ലല്ല, ഒളിച്ചോടി എന്നുള്ള സത്യം തന്നെ. ഒളിച്ചോടി ആള് ഒളിച്ചോടി. അയ്യോ, ചേട്ടനങ്ങ് സന്തോഷമാ. ചേട്ടനപ്പൊ പണിയാൻ വേണ്ടി വിളിച്ച് പറഞ്ഞതല്ലേ, കൊള്ളാം. ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുഭവത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്.
ഓക്കെ കേട്ടോ. ഞാൻ അവളെ അത്ര ഫാമിലി ഫ്രണ്ട് ആണേ. ഈ പുള്ളി ഞാനും രണ്ട് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗം ചെറിയ ന്യായമൊക്കെ ഉണ്ട്. പറ ആ കുട്ടിയുടെ ഭാഗത്തുള്ള ആ ചെറിയ ന്യായം എനിക്കൊന്ന് കേൾക്കണം. ഇത് മറ്റേ ഇല്ല ലൂസിഫറിനകത്ത് പറയത്തില്ലേ, ഇവിടെ യുദ്ധം തിന്മയും തമ്മിലാണ്, ഏത് തിന്മ ജയിക്കുമെന്ന് പറഞ്ഞാൽ അതാണ് സാധനം. ആ കുട്ടിയുടെ ഭാഗത്ത് ചെറിയ ന്യായമോ വലിയ ന്യായമോ ഒന്നുമില്ല. ആ കുട്ടിയുടെ പക്ഷത്ത് ന്യായമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ ആ കുട്ടി കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് അനുശാസിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ എത്തിക്സ് പ്രകാരമുള്ള മാർഗങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു. അല്ല വേറെ തന്നെ കണ്ടപ്പോൾ ഒളിച്ചോടിയിട്ട് ഭയങ്കര സംഭവം കേട്ടോ. അവളുടെ സൈഡ് എന്തൊക്കെയോ ശരിയുണ്ട്, ഒരു ശരിയില്ല. അഖില് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മോശമാണെങ്കിൽ പോലും ഈ പെൺകുട്ടി മറ്റൊരുത്തിനായിട്ട് പ്രേമിച്ചിറങ്ങിപ്പോയതാണോ അപ്പം ശരി എന്ന് നിങ്ങൾ പറയുന്നത്? അഖിലിന് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒരു അസംശയം പറഞ്ഞതാ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കറിയാൻ പാടില്ല. അല്ല അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ. ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയത്ത് എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അഖിലിന്റെ അയാളുടെ ഇമേജ് പോവും, അയാളുടെ ക്രെഡിബിലിറ്റി പോവും. അയാൾ പിന്നെ എന്ത് പറയണം? എനിക്ക് ഇവിടെ തേജോവധം ചെയ്യണം, ഇവിടെ പാടി നീ ചോദിക്കണം. അയാള് ആ പെൺകുട്ടിയോട് കാണിച്ച സ്നേഹമായിട്ടത് കണ്ടാൽ മതി. ഇപ്പൊ പുറത്തു വരുന്ന കിംവദന്തികളായ കഥകൾ, അഖിലൻ നാർഡിയുടെ അച്ഛൻ ഭയങ്കര ഹറാസ്മെന്റ് ആയിരുന്നു, അഖിലൻ നാർഡിക്ക് പരാബന്ധമുണ്ട്, ഇങ്ങനെ എന്തൊക്കെ കഥകൾ പറയാമോ ആ കഥകളൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. എന്തൊക്കെ കഥകൾ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പെൺകുട്ടിയുടെ കുടുംബം അതിൽ ഇടപെട്ട് സംസാരിക്കുകയും അത് ഒത്തുപോകില്ല എന്നുള്ള പക്ഷത്തിൽ ഇവരെ പിരിക്കുകയും ഒത്തുപോകുമെന്നുള്ള പക്ഷത്തിൽ അതിൽ കോംപ്രമൈസ് ചെയ്യുകയും വേണം. അതല്ലാതെ നീ ഒളിച്ചോടി പോമുത്തേ, അതാണ് സാധനം. എന്ത് ശരി അതിനകത്തൊക്കെ ഉള്ളേ. പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും പുറത്ത് പറയും. തെളിവ് സൈലം പുറത്തു വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. എല്ലാം തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ആ ദുഃഖത്തിനാണ് മറ്റൊരുത്തനെ കണ്ടപ്പോൾ ഒളിച്ചോടിയത്. ഇനി ആ വീട്ടിലെ അവസ്ഥ എന്താ? ആ വീട്ടിലെ അമ്മയാണ് പേടിയെങ്കിൽ വേറൊരുത്തനെ കാണുമ്പോൾ അവിടോട്ട് പോകും. അവിടെ അനിയത്തിനോ അനിയനോ ആയിരിക്കും പേടി. അപ്പൊ അടുത്തടുത്തോ അപ്പൊ ഭാര്യയായിരിക്കും പേടി. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകും. കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ പരിഹരിക്കുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. അവൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വേറൊരിടത്ത് പോയി മാറി താമസിക്കുകയും അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാകുകയും ഇതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകുകയും മറ്റൊരു വണ്ടി ഡ്രൈവറിനെ കാണുമെങ്കിൽ ഈ പെണ്ണ് ഒളിച്ചോടി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥയല്ല ചോദിക്കുകയും. ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല, വീട്ടുകാരെങ്കിലും ഉണ്ട്. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളുള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുവരെ അയാൾക്ക് അംഗീകരിക്കണമെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. ഇനിയിപ്പോ അംഗീകരിക്കാന്നുള്ളതേ ഉള്ളൂ, ബാക്കിയൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇനിയിപ്പോ അംഗീകരിച്ച നൈസായിട്ട് അവന്റെ പടലിക്കായിട്ട് പോവാ. അവിടെ നിന്ന് വീണ്ടും അടുത്ത കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ അടുത്ത ഓട്ടം ഓടാതിരിക്കുക. ഫസ്റ്റിലെ ഞാൻ പറഞ്ഞു ഇതുങ്ങൾക്കൊക്കെ പിടിച്ചൊരു കൗൺസിലിംഗ് കൊടുക്കണം, എന്നാലേ ഇതൊക്കെ ശരിയാവത്തുള്ളൂ. ഇതൊക്കെയാണ് പ്രശ്നം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തും. ഞാൻ അഭിപ്രായപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പോ ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ. മറ്റൊരു ബൈ.